അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ തണലിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരണേ. കർത്താവേ, അങ്ങയുടെ കരങ്ങൾ ഈ കൂട്ടായ്മയുടെ മേൽ നീട്ടണേ. എല്ലാ മക്കളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഞങ്ങൾക്ക് അനുഭവിക്കാനിടയാകട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കണേ. വാട്ട് ഈസ് അൺക്ലീൻ സ്പിരിറ്റ്? അൺക്ലീൻ സ്പിരിറ്റ് എന്ന് വെച്ചാൽ ഒരു സ്പിരിറ്റ്, ഒരു അരൂപിയാണ്. അരൂപികൾ ഒത്തിരിയുണ്ട്. ലോകത്തിൽ ഒരുപാട് ആത്മാക്കളുണ്ട്, സ്പിരിറ്റ്സ് ഉണ്ട്. അപ്പം ഈ ആത്മാക്കളിൽ ഒരാത്മാവാണ് ശരിക്കും പറഞ്ഞാൽ അശുദ്ധാത്മാവ്, അൺക്ലീൻ സ്പിരിറ്റ്. ഈ അൺക്ലീൻ സ്പിരിറ്റ് എങ്ങനെ? അത് ശരിക്കും എന്തായിരിക്കും? അത് വ്യഭിചാര ദുർബോധം, അതുപോലെ സ്വയംഭോഗത്തിൻ്റെ തിന്മയുടെ അരൂപി, സ്വവർഗരതിയുടെ ഹോമോസെക്സ് ഓർ ലെസ്ബിയൻ സ്പിരിറ്റ്, ഓർ സ്പിരിറ്റ് ഓഫ് ഫോണോഗ്രഫി, അതായത് ബ്ലൂ ഫിലിമിലൊക്കെ വിടുന്ന ഇങ്ങനെ സ്പിരിറ്റ്, അതൊരു സ്പിരിറ്റാണ്. അപ്പോൾ ഈ അരൂപി അശുദ്ധിയുടെ ആത്മാവാണ് ഈ വ്യക്തിയിൽ കയറിയിരിക്കുന്നത്. കാമ ആസക്തി എന്നൊക്കെ പറയും. ഇന്നത്തെ ഒരു തലമുറയിൽ ഇത് വളരെയധികം ശക്തമായിട്ട് ഇത് പെയ്തിറങ്ങുന്നു. ബൈബിൾ എഴുതിയിട്ടുള്ളതാണ്. അത് ലുക്ക 21:34-35 സുഖ ലോലുപത, മതിയാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിബന്ധിക്കുകയും ചെയ്യും. ഈ ഭൂമുഖത്തുള്ള എല്ലാവരുടെ മേലും ഇത് നിബന്ധിക്കുമെന്നാണ് പറഞ്ഞത്. ഈ യൂണിവേഴ്സിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെ മേലും പതിക്കുന്ന ഒരു സ്പിരിറ്റാണിത്, അൺക്ലീൻ സ്പിരിറ്റ്. അപ്പോൾ ഈ സ്പിരിറ്റുകൾ ആളുകളെ വിട്ടുപോകുന്ന കാണാം. അച്ഛൻ നിങ്ങൾക്കറിയാം, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചിലപ്പോൾ ബോധം കെട്ട് വീഴും, സൗഖ്യപ്പെടുന്നു. അവർ വലിയ രോഗികളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില സ്പിരിറ്റിനെ ബന്ധിച്ച് കഴിയുമ്പോൾ ആളുകൾ സുഖം പ്രാപിക്കുന്നത് കാണാൻ പറ്റും. വെരി മൊമെൻ്റ് ആൾ സുഖം പ്രാപിക്കും. അപ്പോൾ ഇത്തരം സ്പിരിറ്റുകളുള്ള ഈ അശുദ്ധിയുടെ ഇങ്ങനെയുള്ള മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ, ഇതെല്ലാം അൺക്ലീൻ സ്പിരിറ്റിൻ്റെ അതിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഇത് അച്ഛൻ വെറുതെ പറയുന്നതല്ല. ഒത്തിരി ആളുകൾക്ക് ഇത് പോയി കഴിഞ്ഞിട്ട് അവർ ദൈവത്തിന് നന്ദി പറഞ്ഞവരുണ്ട്. നിങ്ങൾ കൈ പ്രാർത്ഥന ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പറയും. ഇതെൻ്റെ കഴിവല്ല, ആത്മാവ് പ്രവർത്തി, നമ്മളെ കഴിവല്ലല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞപ്പോൾ അവരിൽ ഇതുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കിട്ടിയ അപ്പോസ്തലന്മാരിൽ ഈ സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തലപ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനവും 15-ാമത്തെ വചനം. അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. വീണ്ടും കാണാം അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തിൻ്റെ 11-12. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ കൊണ്ട് അവരുടെ കരങ്ങൾ വഴി, പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശനം ഏറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറി അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. സ്ഥലമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ ശുശ്രൂഷ ജീവിതം മുഴുവൻ അങ്ങനെയായിരിക്കണം. ജീവിതം മുഴുവൻ അരൂപിയാൽ നയിക്കപ്പെടും. അതാണ് ഒരു പ്രത്യേകത. അപ്പം അങ്ങനെ അതുകൊണ്ട് ഇവിടെ അൺക്ലീൻ സ്പിരിറ്റ് ബാധിച്ചു. അവൻ്റെ മർക്കോസ് സുവിശേഷത്തിലേക്ക് ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ, അവൻ്റെ ഈ സ്പിരിറ്റ് പ്രവർത്തിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ സ്പിരിറ്റ് ഈ ജഡിക പാപ്രതി, വ്യഭിചാര, സ്വയംഭോഗ, സ്വർഗതി, ഈ തരത്തിൽ അതെല്ലാം ഈവിൾ സ്പിരിറ്റിൻ്റെ ഒരു ലോകമാണ്. അതെല്ലാം പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ, മൂവിങ് സ്പിരിറ്റ്സാണ്. അപ്പോൾ ഇതെല്ലാം അശുദ്ധിയുടെ ആത്മാവ് ഒത്തിരി വരും. നമ്മുടെ നോട്ടം ഇതെല്ലാം കടന്നു വരും. അപ്പോൾ ഇതാണ് പറയുന്നത്, അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരത്തിൽ അവൻ എതിരെ വന്നു. അപ്പോൾ ഈശോയുടെ എതിരെ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈശോയുടെ എതിരെ വരാൻ ധൈര്യം കാണിക്കുന്ന ഒരു സ്പിരിറ്റാണത് അശുദ്ധിയുടെ ആത്മാവ്. അപ്പോൾ സഭയ്ക്കെതിരെയൊക്കെ വരും ഇത്തരം സ്പിരിറ്റുകളൊക്കെ, സഭയ്ക്കെതിരെ, വൈദികർക്കെതിരെ ഇങ്ങനെയുള്ള സ്പിരിറ്റ്സ് തെറി വിളിക്കും, ശാപവാക്ക് പറയും, വഴക്കുണ്ടാക്കും, വളരെയധികം ക്രിറ്റിസിസം നടത്തും, എതിരെ വരും. അപ്പം ഇത്തരം സ്പിരിറ്റുകൾ നിറഞ്ഞവർ വളരെയധികം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആളുകളെ. ചില ഭർത്താക്കന്മാർ ഭാര്യയെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും, ഭാര്യമാർ ഭർത്താക്കന്മാരെ വളരെയധികം ഉപദ്രവിക്കും. ചില ഈ സ്പിരിറ്റ് കയറുന്ന മക്കൾ അപ്പനെ എതിര് നിൽക്കും, അമ്മയെ എതിര് പറയും, സഭയ്ക്കെതിരാവും. ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത ഇത് പോയി കഴിഞ്ഞാൽ ആൾ പാവം, ശുദ്ധ നല്ല കുട്ടികൾ,
ഒത്തിരി എൻ്റെ ഈ കർത്താവ് ശുശ്രൂഷകൾ ലക്ഷക്കണക്കിന് നമ്മുടെ കോടിക്കണക്കിന് ആൾക്കെങ്കിലും വചനം കൊടുക്കാൻ കർത്താവ് കൃപ തന്നുപോയി. പല വിധത്തിൽ ഓൺലൈനിലൂടെ ഒക്കെ കോടിക്കണക്കിന് ആൾ കർത്താവ് എന്നെ കൊണ്ട് വചനം കൊടുപ്പിച്ചപ്പോൾ ഞാൻ കണ്ട സംഭവം ഇതാണ്. ഈ സ്പിരിറ്റ്സ് വിട്ടുപോകും. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ 2-3 മാസം മുമ്പ് പിന്നെ ചിക്കാഗോ ബൈബിൾ കൺവെൻഷൻ നടത്തുമ്പോൾ അവസാനം ഇങ്ങനെ അച്ഛന്മാരെല്ലാം പറഞ്ഞു ഡൊമിനിക് അച്ഛൻ പ്രാർത്ഥിക്കാം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾക്ക് ഇപ്പം ഞാൻ ഒരു മകള്, ഷീസ് ഫ്രം ഐ തിങ്ക് ഷീസ് ആൻ അമേരിക്കൻ, ഒരു അമേരിക്കക്കാരത്തെ പങ്കുവച്ചു. അപ്പോൾ ഈ കുട്ടിക്ക് തല കൈവെക്കുന്നില്ല, അനുദം തെറിച്ചരിച്ചു, അടുത്തിലും ഇതങ്ങ് തെറിച്ചരിച്ചു പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് കൗൺസിലിംഗ് നടത്താൻ പറഞ്ഞു. അപ്പോൾ എനിക്കറിയാവുന്ന ഒരാളോട് ഉണ്ടായിരുന്ന ആളുടെ അടുത്ത് ഞാൻ വിട്ടു, കൗൺസിലിംഗ് നടത്തും. അപ്പോൾ മുഴുവൻ ഈ സ്പിരിറ്റാണ്, ശക്തമായ സ്പിരിറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ ജഡികപാപങ്ങൾ, അശുദ്ധിയുടെ ആത്മാവ്. അപ്പോൾ ഇത് കയറിക്കഴിഞ്ഞാൽ പിന്നെ തെറ്റ് വിചാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചിലരൊക്കെ ഇങ്ങനെ സ്പിരിറ്റ്, നമ്മളിതിൽ അഡിക്ഷൻസ് എന്നൊക്കെ നമ്മൾ വാക്കുമ്പോൾ പറയും. അഡിക്ഷൻസ് ഇത് സ്പിരിറ്റ്സ് എന്ന ലോകമുണ്ട്, അതേക്കുറിച്ച് പഠി. അന്ന് 1 യോഹന്നാൻ 3:8 പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുക. അപ്പോൾ ഈ അരൂപികളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, അത് തന്നെയാണ് 1 യോഹന്നാൻ 4:1 നിങ്ങളെല്ലാ ആത്മാക്കളും വിശ്വസിക്കരുതെന്ന് പറയും. അപ്പോൾ അതിങ്ങനെ സ്പിരിറ്റ്സുകളുടെ മേഖല, അപ്പോൾ ഒരു ആത്മാക്കളുടെ ഒരു മേഖലയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി നമുക്കറിയില്ല, നമുക്ക് സഭാ കൂട്ടായ്മയ്ക്ക് ഇതിനെക്കുറിച്ച് അറിവ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാത്തിനും അനുകൂലിക്കും, അല്ലെങ്കിൽ എല്ലാറ്റിനും നമ്മൾ നമ്മുടേതായ യുക്തി കൊണ്ടൊരു മറുപടി കൊടുക്കാൻ നോക്കും. ആ മറുപടി ഒന്നും ശരിയല്ല. ഒരു 3 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയുമായിട്ടൊരിക്കലും ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നു. ഈ കുഞ്ഞിൻ്റെ പ്രശ്നം വെച്ച് കുഞ്ഞൊരു സെക്സ് സ്പിരിറ്റാണ്. ഈ കൊച്ചു വളരെ മോശമായ പെരുമാറ്റം നടത്തും. ഈ അമ്മ ഒരു കൂലിപ്പണിയൊക്കെ ചെയ്യുന്നൊരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയെ. അപ്പോൾ ഇവരുടെ ഈ കുഞ്ഞിനെ ഇവർ തൊട്ട അയൽവക്കത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഇവർ പണിക്ക് പോകും. പണിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ അയൽവക്കത്തെ വീട്ടുകാർ പറഞ്ഞു, നിൻ്റെ കൊച്ചിനെ മേലാൽ ഈ വീട്ടിലേക്ക് വിട്ടേക്കരുത്, ഈ കൊച്ചു ശരിയല്ല, ഇതിനെന്തോ പ്രശ്നം, ഇത് രോഗമാണെന്ന് തോന്നുന്നു, ഇതിനെ നീ വല്ല ആശുപത്രിയിലും കൊണ്ടുപോകും, അല്ലെങ്കിൽ കൊച്ചിന് വല്ല പ്രശ്നമാണ്. നാട്ടുകാർ വല്ലതും കണ്ടു കഴിഞ്ഞാൽ മോശം ചീത്ത സ്വഭാവം പെരുമാറ്റമുണ്ട്, സ്ത്രീകളെ പെൺകുട്ടികളെ കാണും ഇവൻ്റെ പെരുമാറ്റം. 3 വയസ്സിൽ ഒന്നും അറിയത്തില്ലാത്ത വെച്ചു. ഒരു ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. ഡോക്ടർ പറഞ്ഞൊരു ഹോർമോൺ ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. ഹോർമോൺ ടെസ്റ്റ് നടത്തിയപ്പോൾ കറക്റ്റാണ്, ഹോർമോണൽ മേഖലയിൽ ഈ സംഭവം വളരെ വ്യത്യാസം. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഹോർമോണിൻ്റെ പ്രശ്നമാണ്, ഹോർമോണിൻ്റെ ഓവർ പ്രൊഡക്ഷനാണ്, അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലമാണിത്. സോ ദ ചൈൽഡ് ഹാസ് ടു ടേക്ക് ലൈഫ് ലോങ് മെഡിസിൻ. ഈ ഒരു നീണ്ട കാലത്തേക്ക് കൊച്ച് മരുന്നെടുക്കണം, ഇതിൻ്റെ മരുന്നെടുക്കണം ഒത്തിരി. അപ്പോൾ ലൈഫ് ലോങ് മെഡിസിൻ ഒത്തിരി, കാരണം ഇത് ഹോർമോൺ ഒരിക്കലും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനാവില്ല, ഇതിന് ബാലൻസ് പതുക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കേട്ടപാടെ അമ്മ ആകെ തളർന്നു പോയി. ഈ കൊച്ചിനെ നേരെ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ കുഞ്ഞിൻ്റെ തലയ്ക്ക് വെച്ച് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കും ഞാൻ പ്രാർത്ഥന. അതിന് തൊട്ടും ഞാൻ ഈ കൊച്ചിൻ്റെ അമ്മയോടൊരു ചോദ്യം ചോദിക്കുന്നു. അമ്മയോട് മോളെ, നിൻ്റെ കഴിഞ്ഞകാല ജീവിതം എങ്ങനെയാണ്? ഹൗ വാസ് യുവർ ലൈഫ്, യുവർ പാസ്റ്റ് ലൈഫ്, ടെൽ മീ. അപ്പോൾ വെച്ചാൽ ഞാൻ ഇച്ചിരി ഒരു കൂട്ടുകെട്ടൊക്കെ ഉണ്ടായിരുന്നു, പാപകരമായ വഴിയിലൊക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഈ കൊച്ചു സംഭവിച്ചു. ഇവളുടെ ഭർത്താവ് വന്നിട്ടില്ല, അപ്പോൾ ഭർത്താവും തിന്മയിലായിരുന്നു എന്ന് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവളോട് ഇവൾ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു കുമ്പസാരിക്കാൻ പറഞ്ഞു. ആൻഡ് അവൾ നല്ലൊരു കൺഫെഷൻ കുമ്പസാരം നടത്തി. പാപമോചനം എല്ലാം കൊടുത്ത ശേഷം അപ്പോൾ ഞാൻ ഇവളുടെ തലയ്ക്ക് വെച്ച് ബന്ധു, ആദ്യം അമ്മയുടെ തലയ്ക്ക് വെച്ച് ബന്ധു, കാരണം അമ്മയിലൂടെ സംഭവം ട്രാൻസ്ഫർ ചെയ്യുക സ്പിരിറ്റിനെ. അതുകൊണ്ട് അമ്മയ്ക്ക് തലയ്ക്ക് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഈ കുട്ടി എൻ്റെ മുറിയിലൂടെ ഇറങ്ങി പുറത്ത് ഇറങ്ങും, ഇടയ്ക്ക് കയറി വരും. 3 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയാണ്. അപ്പോൾ ഇവനെ കൊണ്ടുവന്നു, ഇവൻ്റെ തലയ്ക്ക് വെച്ച് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നുവെന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. നമ്മൾ കൊച്ചുതായിട്ട് ബോധം കൊട്ട് വീഴുകയോ അടയാളങ്ങളൊന്നും സംഭവിച്ചില്ല, പ്രത്യേകിച്ച് എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു അടയാളം ഉണ്ടായിട്ടില്ല. ഉണ്ടാകണം. ഇത് പരിശുദ്ധാത്മാവ് നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇതൊരിക്കലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവെ, വിടുതലിൻ്റെ പരിശുദ്ധാത്മാവെ, അങ്ങ് ഈ സഭയുടെ കൂട്ടായ്മ പ്രവർത്തിച്ച് ഞങ്ങളെ വിടുതൽ നൽകാൻ എനിക്ക് അത്രമാത്രം പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം. അപ്പോൾ ഇത് ബന്ധിച്ച് അപ്പോൾ സംഭവിച്ചത് നമ്മൾ തളിച്ചാനായ ഈ സഹോദരി പൊക്കോളാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മകള് എൻ്റെ അടുത്ത് വീണ്ടും ഈ കുട്ടിയായിട്ട് വരുമ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് സന്തോഷത്തോടെ അച്ഛൻ പറയുക, അച്ഛൻ അന്ന് അച്ഛൻ തലയ്ക്ക് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചു, അന്നു തൊട്ട് എൻ്റെ കുഞ്ഞിന് ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. പ്രിസലോഷ്, ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, ഒരു സംഭവം ഉണ്ടായിട്ടില്ല, മുഴുവൻ കംപ്ലീറ്റ് മാറി. പിന്നെ മരുന്നും കൊടുത്തില്ല, ഒന്നും കൊടുത്തിട്ടില്ല. പ്രിസലോഷ്, യേശുവേ നന്ദി, യേശുവേ നന്ദി.
അപ്പോൾ ഈ അശുദ്ധിയുടെ ആത്മാവ് കയറി കഴിഞ്ഞാണ് സ്പിരിറ്റ് വിട്ടു. ഇതൊന്നും ഒത്തിരി മക്കളുണ്ട്. ഇത് വളരെയധികം പ്രശ്നമുള്ള അതുകൊണ്ട് നിങ്ങൾ വചനം കേൾക്കണം. ദൈവവചന ശുശ്രൂഷകൾ നിങ്ങൾ കേട്ടോണം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തിന്മയുടെ ശക്തി നമ്മളെ ആക്രമിക്കില്ല. വചനം കേൾക്കുമ്പോൾ സാത്താനെ പേടിയാണ്. പ്രിസലോഷ് സത്യം ഭയപ്പെടുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ദൈവവചനം വരുന്നിടത്തും വരത്തില്ല, പേടിയാണ് അവന്. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി. അപ്പോൾ ഈ അപ്പോൾ ഇത് പറയുകയാണ്, അവൻ എതിരെ വന്നു. അപ്പോൾ ഈ അശുദ്ധാത്മാ ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ഈ സ്പിരിറ്റാണ്. ആണ് കുഞ്ഞുങ്ങൾ ഈ പ്രേമബന്ധങ്ങളും ഈ ലവ് അഫെയർ, കാമബന്ധങ്ങൾ, ഇതിൽ പെടുന്ന മക്കളെല്ലാം എതിരെ വരും. മാതാപിതാക്കൾക്ക് പെട്ടെന്ന് എതിരാവും, സഭയ്ക്ക് പെട്ടെന്ന് എതിരാവും, സഹോദരങ്ങൾക്കെതിരാവും, ബന്ധുമിത്രാദികൾക്കെല്ലാം എതിരാവും, അധ്യാപകർക്കെതിരാവും, കൂട്ടുകാർക്കെല്ലാം എതിരാവും. അവരങ്ങോട്ട് ജസ്റ്റ് ഓപ്പോസിറ്റാവും. അതിന് ആൻറ്റി സ്പിരിറ്റ് ഉണ്ട്, എതിർപ്പിൻ്റെ ഒരു സ്പിരിറ്റ് വരും, നെഗറ്റീവ് സ്പിരിറ്റ് കയറും. അവർക്ക് പിന്നെ ജീവിതം നശിപ്പിക്കാൻ ഒരു പ്രത്യേക സ്പിരിറ്റാണ്. എന്നിട്ട് പറയാണ്, ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങലകൾ കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞില്ല. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആർക്കും ഇവരെ പൂട്ടിയിടാൻ പറ്റില്ല, ആർക്കും പൂട്ടിയിടാൻ പറ്റത്തില്ല. ഇതെന്ന് ചില കുഞ്ഞുങ്ങളെയൊക്കെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി മാതാപിതാക്കൾ കരയും, പക്ഷെ നടക്കില്ല. ചാകുന്ന അപ്പം പറഞ്ഞാൽ പോലെ ആ കുട്ടി മാറില്ല. കാരണം ഈ സ്പിരിറ്റാണ് കയറുന്നത്. അണക്കരയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, വന്നിട്ടുള്ളവർക്കറിയാം, എൻ്റെ കൂടെ ശുശ്രൂഷിക്കുന്നവർക്കറിയാം. ഇങ്ങനെയുള്ള കുട്ടികൾ ഇങ്ങനെ എല്ലാ ധ്യാനത്തിനും ഉണ്ട്. ഒരു 10-15 രൂപ കുട്ടികളെങ്കിലും ഈ വഴിവിട്ട സ്നേഹബന്ധങ്ങളിൽ പോകുന്നതാണ്. തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എടുത്തടിച്ചു പോലെ താഴോട്ടങ്ങ് വീഴുത്. ഇതങ്ങ് വീണിട്ട് ഈ സ്പിരിറ്റ് ആട്ടിങ്ങനെ മീൻ മത്സ്യം നമ്മളിങ്ങനെ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിലോട്ട് ഇടുകയാണെങ്കിൽ കരയിൽ കിടന്ന് പെട്ടയ്ക്കുന്ന പോലെ കിടന്ന് പെട്ടച്ച് ഇതുങ്ങൾ പോയി കഴിയുമ്പം ഇതുങ്ങൾ പുതിയ ആളായിട്ട് മാറുകയാണ്. 100% പുതിയ ആളാണ്. ആ സമയത്ത് ഇതിനോട് ചേർന്ന് രോഗങ്ങളുണ്ടാകാം, ഇതിനോട് ചേർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യ ശരീരത്തിൽ. ഇതൊന്നും കണ്ടുപിടിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽ വിലങ്ങുകൾ തകർത്ത് കളയും ചെയ്തു. അതാണ് ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കും. കുടുംബ ബന്ധം പൊട്ടിക്കും, താലി വലിച്ചു പൊട്ടിക്കും. ഭാര്യ ഭർത്തൃ ബന്ധം പൊട്ടിക്കും സ്പിരിറ്റ്. എത്ര മെടുക്കാനും നിങ്ങളുടെ മോനും ഡോക്ടറോ എഞ്ചിനീയറോ എന്തോ ആയിക്കൊള്ളട്ടെ, ഈ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ അത് വലിച്ച് പൊട്ടിക്കും. അതാണ് കാൽ വിലങ്ങുകളാൽ പൂട്ടിയിട്ടപ്പോൾ നടക്കും. വീട്ടിലടച്ചിട്ടാൽ നിൽക്കില്ല, അതിങ്ങ് പോകും. ഈ ദിവസങ്ങളിലേക്കറിയ ഒരു ഫാമിലി ഡിവോഴ്സായി. അപ്പൻ ഡോക്ടറാണ്, അമ്മയൊരു M.Pharm പഠിച്ച് ജോലി ചെയ്യുന്ന സ്ത്രീയും കൂടിയാണ്, വിദേശത്താണ്. 2 മക്കളുണ്ട് ഇവർക്ക്. ഇപ്പോൾ ഗവൺമെൻറ്റും കൂടെ പ്രശ്നം ഏറ്റെടുത്ത് അപ്പനും 2 മക്കളും കൂടെ മാറി, അമ്മ വേറെ. 2 സംഭവം ഇതാണ്, ഈ സ്പിരിറ്റാണ്. അപ്പോൾ ഈ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ഭാര്യയെ അവൻ ഉപേക്ഷിക്കാൻ ഓക്കെ. കാരണം ഈ സ്പിരിറ്റ് അങ്ങനെയാണ്. ഈ സ്പിരിറ്റിൻ്റെ പവർ എന്ന് വെച്ചാൽ തെറ്റിനെ ശരിയെന്നും വിളിക്കും, ശരിയെ തെറ്റെന്നും വിളിക്കുന്ന ഒരു സ്പിരിറ്റാണ് വ്യഭിചാര ദുർബോധം. അതാണ് ഹോസിയ 5:4-6 5:4-6 5-ാം അധ്യായത്തിൻ്റെ 5:4-5-6 വചനങ്ങൾ ശരിക്കും 3 തൊട്ട്. അതായത് തങ്ങളുടെ പ്രവർത്തികൾ തങ്ങളുടെ ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ അവരെ അനുവദിക്കുന്നില്ല. ഈ പ്രവർത്തികൾ ചെയ്യുന്ന മക്കൾക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അതാണ് എഫെസസ് 4:17, 18, 19, 20, 21, 22, 23 ഈ വചനം മുഴുവൻ ഇതാണ്. അതായത് ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞവർ ദൈവത്തിൻ്റെ ജീവനിൽ നിന്നും അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. എല്ലാത്തരം അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. പക്ഷെ ഇതല്ല നിങ്ങൾ യേശുക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. അതിനുശേഷം പറയുക, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റുവിൻ, എന്നിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങൾ ധരിക്കുവിൻ എന്ന് പറയുന്നു. സ്ഥിരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുന്നു, കാൽ വിലങ്ങുകൾ തകർത്തു കളയുന്നു. ഇന്നാളുകൾ മറ്റൊരു സംഭവം എനിക്കറിയാം. വിദേശ രാജ്യത്ത് കല്യാണം കഴിച്ച് 15 ദിവസം എത്തിയിട്ടില്ല. കല്യാണം കഴിച്ച ഇവൻ കല്യാണം കഴിച്ച് നാട്ടിൽ നിന്ന് വിവാഹം കഴിഞ്ഞ് നേരെ എത്തിയിട്ട് ആ ദിവസങ്ങളിൽ ഈ മാരേജ് പാർട്ടികൾ നടത്തുക. ഇവന് കല്യാണത്തിൻ്റെ ആഘോഷങ്ങളായിട്ട് പല വീടുകളിൽ കൂടെ ഇവൻ്റെ സ്നേഹം പോയിട്ട്
ഇവൻ ചെയ്തൊരു പ്രവൃത്തിയാണ്. ഇവൻ്റെ സ്നേഹിതൻ്റെ മുറി കൊണ്ടുപോയിട്ട് ഇവൻ്റെ ഭാര്യ ഇട്ടേച്ച് പോയി. അത് പ്രശ്നമായി, കേസായി, പുറത്തായി, ഇപ്പം ഡിവോഴ്സുമായി. അപ്പം അതായിരുന്നു സംഭവിച്ച്. ഇവൻ്റെ സ്നേഹിതൻ്റെ ഭാര്യ. എന്നിട്ട് കാരണം വെച്ചാൽ ഈ സ്നേഹിതൻ്റെ കൊണ്ടുപോയി ഇവൻ്റെ ഭാര്യയെ കൊടുത്തത് എന്ന് വെച്ചാൽ ഈ സ്നേഹിതൻ്റെ ഭാര്യയായിട്ട് ഇവന് ബന്ധമുണ്ടായിരുന്നു. അപ്പം ആ തിന്മ കയറി പിടിച്ചിട്ട് ഇത് അശുദ്ധാത്മാവാണ്, അൺക്ലീൻ സ്പിരിറ്റാണ്. ഇത് തുറന്ന് ക്ലാസ് എടുക്കുക. തുറന്നൊരു ക്ലാസ്സാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം വരാത്തതിൻ്റെ പിന്നിലെ കാരണം ഈ സ്പിരിറ്റ് വിട്ടുപോകാത്തതുകൊണ്ട്. പ്രസലോഷ് അവിടെ നിങ്ങൾ ഏത് കൺവെൻഷനും ഏത് ധ്യാനങ്ങൾക്ക് എവിടെ പോകുമ്പോഴും വിടുതലിൻ്റെ പരിശുദ്ധാത്മാവ് വന്നിട്ട് ഈ ബന്ധനം അഴിക്കാതെ നമുക്ക് അനോയിൻറ്റിങ് കിട്ടത്തില്ല. അപ്പോൾ ഇത് അഴിയണമെങ്കിൽ നമ്മൾ ദൈവമേ എൻ്റെ തെറ്റിനോട് കാര്യം, നമ്മൾ വചനം ധിക്കരിച്ചതാണ് ഈ പാപത്തിനെല്ലാം കാര്യം. നമ്മൾ ദൈവത്തെ തിരസ്കരിച്ചു, ദൈവവചനത്തെ നിസ്സാരവൽക്കരിച്ചു. നമ്മൾ നമ്മുടേതായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് വചനത്തിന് വ്യാഖ്യാനം കൊടുത്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ സാരമില്ല എല്ലാത്തിനെയും അനുകൂലിച്ചു. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് നമ്മുടെ പ്രശ്നം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന് 27, 28, 29 വചനം. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി ഈ അശുദ്ധ പാപം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക എന്ന് പറയും. അപ്പം അത്രയും ഗൗരവം വരെ അശുദ്ധിയുടെ മേഖല നമ്മൾ പോകുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവത്തെ നിരസിക്കുന്നത്. അപ്പോൾ ഈ സ്പിരിറ്റ് തലയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു പ്രത്യേകത. ഈ സ്പിരിറ്റിന് സുഖം തേടുന്ന സ്പിരിറ്റാണിത്. ഇതിന് വലിയ വീട് വേണം, വലിയ കട്ടിൽ വേണം, ആർഭാടം വേണം, എല്ലാ മോഡേൺ ഫെസിലിറ്റീസും വേണം ഈ സ്പിരിറ്റിന്. ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകതയാണ് വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വേണം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളോട് കൂട്ടിക്കലർന്ന് കിടക്കുന്നതാണ് ഈ സ്പിരിറ്റ്. ഈ സ്പിരിറ്റ് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൾ വേറെ നേച്ചറിലോട്ടങ്ങ് മാറും. ദ ഹോൾ പേഴ്സൺ മാറിയിട്ട് മനസ്സ് മുഴുവൻ വേറെ ഇരുട്ടുകൊണ്ടെന്നറിയാം. പിന്നെ പ്രാർത്ഥിക്കാൻ വിശ്വാസം നിരീശ്വരവാദികളാക്കും. ഈ സ്പിരിറ്റ് കയറുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആൾക്കെല്ലാം ദൈവം ഇല്ല എന്ന് പറയുന്നവരായിരിക്കും ഒരു കൂടുതൽ ആൾക്കാർ. ക്രിസ്തുലോഷ് അവർ കൂടുതൽ ആൾക്കാരും ആത്മീയ കാര്യങ്ങളിലുള്ള വിശ്വാസം അവർക്കുണ്ടാകില്ല. ക്രിസ്തുലോഷ് പ്രാർത്ഥനയോട് വളരെയധികം വിമുഖതയായിരിക്കും. കോൺസെൻട്രേഷനോട് ഒരു കുർബാന പോലും കാണില്ല. പള്ളി വരും, അത് നിയമവും ചട്ടം പള്ളിയിലൊക്കെ വന്നിങ്ങനെ നിൽക്കുന്നുള്ളൂ, പക്ഷേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കയറിക്കഴിഞ്ഞാൽ പിന്നെ കുടുംബജീവൻ തകർന്ന് വലിച്ചു പൊട്ടി. പിന്നെ ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ അവളെ കണ്ടപ്പോൾ പിന്നെ ചിലപ്പോൾ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് ഈ ബ്ലൂ ഫിലിമും മ്ലേച്ഛതയും അതെത്ര കണ്ടാലും അതിന് തൃപ്തിയാകത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു പ്രത്യേകത. അതായത് സഭാപ്രസംഗം 12:1 സംഭവിക്കും. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന ദിനങ്ങളും നാളുകളും ആരംഭിക്കുന്നതിന് മുമ്പ് നിൻ്റെ യൗവനത്തിൽ നീ നിൻ്റെ സ്രഷ്ടാവിനെ സ്തുതിക്കുക. അപ്പോൾ അതൊരു പ്രത്യേക ഇതിങ്ങനെ ആസക്തികൾ. അതുകൊണ്ടാണ് ഈ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 23:16 മുതലുള്ള വചനം. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. ക്രോധം വെച്ചാൽ ദൈവകോപം ക്ഷണിച്ചു വരുത്തുന്നു. വീണ്ടും അച്ഛൻ അശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വചനം വീണ്ടും തരിക. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ഏറ്റു പറഞ്ഞേ, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അതടങ്ങുകയില്ല. വചനം പറയുകയാണ്, ഈ തിന്മ, ഈ അശുദ്ധാത്മാവ് കയറിയാൽ ജീവിതം മുഴുവൻ നശിക്കും. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, വ്യഭിചാരം, സ്വയംഭോഗം, സ്വവർഗരതി, ബ്ലൂ ഫിലിം, ഈ സ്പിരിറ്റ്, ഇതിനോടുള്ള ആർത്തി, ആഗ്രഹം, താല്പര്യം, സ്നേഹം, ഇഷ്ടം, വഴിവിട്ട ബന്ധം, അന്യൻ്റെ ഭാര്യയോട്, അന്യൻ്റെ ഭർത്താവിനോട്, അല്ല കൂട്ടുകാരനോട് ഉണ്ടായ ആസക്തിപരമായ ബന്ധം, ആസക്തിപരമായ ജഡിക ബന്ധം, ഇത് മുഴുവൻ അത് ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത്
വരെ അത് അടങ്ങുക ഇല്ല എന്നാണ് വചനം പറയുക. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാണ്ട് ഒരു രക്ഷയില്ല. ദൈവകരുണയിൽ വിളിക്കണം. ഉച്ചത്തിൽ പ്രാർത്ഥിക്കട്ടെ. വിടുതൽ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ കൂട്ടായ്മയിലും ദേശം മുഴുവനിലേക്ക് കടന്നു വരണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഒറ്റ വിളിച്ചോയേ. കുടുംബങ്ങളുടെ തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ മക്കളിലേക്കും കർത്താവേ അങ്ങയുടെ തിരുരക്തം തളിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തിരിച്ചോര തളിക്കണം. തിരുരക്തം 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 ഒഴുകണം. ഈശോയെ ഓരോ വ്യക്തിക്ക് അത് അനുഭവം കൊടുക്കണം. അനുഭവം മാത്രം മതി കർത്താവ്. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ കഴുകണം. ഓരോ പരിശുദ്ധ കുർബാന ഈ സമയത്ത് അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ലോകം മുഴുവൻ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ നിന്ന് സിദ്ധപ്പെടുന്ന തിരുരക്തം കൊണ്ട് ഇപ്പോൾ ഈ കൂട്ടായ്മയെ കഴുകണേ, വിശുദ്ധീകരിക്കണേ. ഒറ്റ വിളിച്ചോയേ. വലിയൊരു തിന്മയുടെ ബന്ധനം, പൈശാചിക ശക്തി ഈ കൂട്ടായ്മയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിട്ടും ഈ കൂട്ടായ്മയിലേക്ക് ആത്മാവ് ഇറങ്ങുന്നതായിട്ട് പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് പ്രവർത്തിക്കുന്ന വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഉയർത്തിച്ചേ. പോരാ, ഉച്ചത്തില് ഈശോയുടെ പരിശുദ്ധ രക്തം ഈ സ്ഥലത്ത് തളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. ഒറ്റ വിളിച്ചോ. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ തിന്മയുടെ അരൂപികളെ കൂട്ടത്തോടെ ബന്ധിക്കുന്നു. ദേശത്തിന്റെ കെട്ടഴിക്കുന്നു. വചനം കേൾക്കാൻ, സുവിശേഷത്തിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ മക്കളിലും തിന്മയുടെ ശുദ്ധരെ ബന്ധിക്കുന്നു. ഒറ്റ വിളി കരമെടുത്ത് ഈശോയെ. സ്തുതിക്കുന്ന